ഹായ് ഗൈസ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഐഡിയുടെ തീംസും ഷോർട്ട് കട്ട്സും ലേഔട്ട്സും എല്ലാം ഗോ ത്രൂ ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്ക് ഇനി കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും കൂടി നോക്കാൻ വേണ്ടി ഐഡിയുടെ അതിൽ ഒന്നാമത്തതാണ് കോഡ് കംപ്ലീഷൻ, പിന്നെ കോഡ് ഹിൻസ്, പിന്നെ എക്സ്റ്റൻഷൻ, പിന്നെ അങ്ങനെ കുറച്ച് സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് ഗോ ത്രൂ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, സോ ഫസ്റ്റ് ഈ ഓട്ടോ കംപ്ലീഷനാണ്. ഇന്നത്തെ മോഡേൺ ഐഡിയകളിൽ ഏറ്റവും ഹെൽപ്ഫുൾ ഫീച്ചർ ഓട്ടോ കംപ്ലീഷനാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്, ക്രിയേറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, അല്ലെങ്കിൽ റൈറ്റ് ലോഗ് നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ ഈ ഫംഗ്ഷന് നമ്മൾ VS കോഡ് ടൈപ്പ് ചെയ്യുമ്പോൾ സജഷൻ ലിസ്റ്റായിട്ട് കാണിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ എഴുതാണ് റൈറ്റ്, കണ്ടോ ഇവിടെ സജഷൻ ലിസ്റ്റായിട്ട് എനിക്ക് വന്നിരുന്നു. സോ ഇങ്ങനെ സജഷൻ ലിസ്റ്റായിട്ട് കാണിക്കും. എന്നിട്ട് അതിൽ ഫംഗ്ഷൻസ്, വേരിയബിൾസ്, മെത്തേഡ്സ് എല്ലാം റിലേറ്റഡ് ആയ ഐറ്റംസ് അതിൻ്റെ കാണിക്കും. റൈറ്റ് ലോഗിൻ്റെ എന്തൊക്കെയുണ്ടോ അത് റിലേറ്റഡ് ആയ ഫുൾ സാധനങ്ങൾ നമുക്ക് കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ വേണ്ടത് എന്താണോ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. സോ ഇവിടെ എക്സാമ്പിൾ നമുക്ക് റൈറ്റ് ലോഗാണ് വേണ്ടത്. ഓക്കെ, സോ റൈറ്റ് ലോഗ് എന്ന ഫംഗ്ഷൻ സെലക്ട് ചെയ്ത് ഞാൻ എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ ടാബ് ചെയ്താലും മതി, അത് ബാക്കി എഴുതിക്കോളും. നമ്മൾ വിചാരിച്ച സ്ഥലത്ത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബാക്കി എൻ്റർ അടിക്കുക അല്ലെങ്കിൽ ടാബ് അടിച്ച് കഴിഞ്ഞാൽ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് തരും. ഐഡിയ തന്നെ ഓട്ടോ ഫില്ല് ചെയ്യും. ഓക്കെ, ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്പീഡൊക്കെ കൂടും, നമ്മുടെ ടൈപ്പിംഗ് എറേഴ്സ് ഒക്കെ കുറയ്ക്കും. ഓക്കെ, പിന്നെ സജഷൻ ലിസ്റ്റിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ഫംഗ്ഷൻ ആണോ വേരിയബിൾ ആണോ എന്ന് കാണിക്കും. ഓക്കെ, സോ നമ്മുടെ കേസിൽ ഫംഗ്ഷൻ റൈറ്റ് ലോങ് എഴുതിയിട്ടുണ്ട് റൈറ്റ് സൈഡിൽ, കണ്ടോ. സോ അതിൻ്റെ കാണിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യും. സോ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്, ചെറിയ ഡിസ്ക്രിപ്ഷൻസ് പോലും നമുക്ക് കാണിക്കും ബേസിക്കലി. അതുകൊണ്ട് ആ ഫംഗ്ഷൻ വേണ്ടയോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാം. ലൈക്ക് നമ്മൾ വിചാരിച്ച ഫംഗ്ഷൻ ആണോ അല്ലയോ, എന്തൊക്കെ പാരാമീറ്റർ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതൊന്ന്. ഇപ്പോൾ നമുക്ക് അറേസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് വഴി ചെക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം നമ്മുടെ ഈ ഓട്ടോ കംപ്ലീഷൻ ഹെൽപ്ഫുൾ ആണെന്ന്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു അറേ ഉണ്ട്, ലോഗ് എൻട്രീസ് എന്ന് പറഞ്ഞിട്ട്. ലോഗ് എൻട്രീസ് ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് കണ്ട് VS കൊണ്ട് ഓട്ടോ സജസ്റ്റഡ് ചെയ്യും. അറേ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുഷ്, പോപ്പ്, ഫോർ ഈച്ച്, ഫില്ല്, ഫിൽട്ടർ, ഫൈൻഡ്, അങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട്. സോ ഈ മെത്തേഡ്സൊക്കെ കാണിക്കുന്നുണ്ട് റൈറ്റ് സൈഡിൽ. സോ വലതുവശത്ത് ഷോർട്ട് സിൻടാക്സ് ഇൻഫോ ആണ് ഇത് കാണിക്കുന്നത്. സോ നമ്മൾ എല്ലാം കാണാപ്പാഠം പഠിച്ചിരിക്കണം എന്നില്ല, പക്ഷെ നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയണം. കാരണം എന്നാലേ നിങ്ങൾക്ക് ഫോർ ഈച്ച് യൂസ് ചെയ്യണോ, മാപ്പ് യൂസ് ചെയ്യണോ, ഫിൽറ്റർ യൂസ് ചെയ്യണോ എന്നൊക്കെ അറിയണമെങ്കിൽ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. പക്ഷേ ഫുൾ അറിഞ്ഞിരിക്കേണ്ട, ജസ്റ്റ് ഇത് ഹെൽപ്പ് ചെയ്യും നമ്മളെ മാത്രം. സജഷൻ ബോക്സ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ക്ലോസ് ആയിപ്പോയി ആക്സിഡൻ്റലി, കണ്ടോ എൻ്റെ ഇങ്ങനെ ക്ലോസ് ആയിപ്പോയി. അത് രണ്ടാമത് വരാൻ സിമ്പിളാണ്. നിങ്ങൾ വിൻഡോസ് യൂസ് ചെയ്യണമെങ്കിൽ കൺട്രോൾ സ്പേസ് അടിച്ചാൽ മതി. ഓക്കെ, കൺട്രോൾ സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ വരും. മാക്കാണ് യൂസ് ചെയ്യുന്നതിൽ കമാൻഡ് സ്പേസ് അടിക്കാം. വിൻഡോസ് ആണെങ്കിൽ കൺട്രോൾ സ്പേസ് അടിച്ചാൽ വീണ്ടും അത് ഓപ്പൺ ആവുകയും ചെയ്യും. ഓക്കെ, സോ ഇത് നമ്മൾ കവർ ചെയ്തിരിക്കുന്നു. ഇപ്പം ഞാൻ തിരിച്ച് റൈറ്റ് ലോഗ് എഴുതാം. എന്നിട്ട് റൈറ്റ് ലോഗ് ഫംഗ്ഷൻ എഴുതിയിട്ട്, സോ റൈറ്റ് ലോഗിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ പരാന്തസിസ് ഇട്ടു. എന്നിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ പരാന്തസിസ് തുറന്നു കഴിഞ്ഞാൽ പാരാമീറ്റർ ഹൈലൈറ്റ് ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ കണ്ടോ ഓപ്പറേഷൻ എനിയെന്ന് ചോദിച്ചേക്കുന്നത്, ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ കേസിൽ റൈറ്റ് ലോഗിൽ ഓപ്പറേഷൻ എനി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഓപ്പറേഷനാണ് ചോദിക്കുന്നത്, എനി എന്ന് പറഞ്ഞ ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഓപ്പറേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് പാസ് ചെയ്യണം. അപ്പം ഞാനിവിടെ ചുമ്മാ ഒരു ABC എന്ന് കൊടുക്കാം, ABC. എന്നിട്ട് ഞാൻ കോം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ഇത് ഹൈലൈറ്റ് ചെയ്യും, അടുത്ത ആർഗ്യുമെൻറ്റ് ഹൈലൈറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ കോമിറ്റ് ലൈക്ക് നെക്സ്റ്റ് പാരാമീറ്റർ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് എത്ര പാരാമീറ്റർ എക്സ്പെക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അത്രയും എക്സ്പെക്ട് ചെയ്തിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ ഓട്ടോ കംപ്ലീഷൻ കവർ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് എക്സ്റ്റൻഷനിലേക്ക് പോവാം ഐഡിയിൽ. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരിപാടിയാണ് എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, VS കോഡിൽ നമുക്ക് ഇങ്ങനെ കാണാം, വ്യൂ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ്റ്റൻഷൻസ് ഉണ്ട്, ഇവിടെ എക്സ്റ്റൻഷൻ ഉണ്ട്, Ctrl+Shift+X ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എക്സ്റ്റൻഷൻസ്. ക്ലിക്ക് ചെയ്യുക. സോ 3 ഓപ്ഷൻസ് ഉണ്ട് എക്സ്റ്റൻഷൻസ് തുറക്കാനായിട്ട്. ഒന്നെങ്കിൽ വ്യൂവിൽ എക്സ്റ്റൻഷൻ എടുക്കാം, അല്ലെങ്കിൽ Ctrl+Shift+X എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും എക്സ്റ്റൻഷൻസ് ഇത് ഓപ്പൺ ആയി വരും. സോ ഇവിടെ ഓപ്പൺ ചെയ്താൽ അത് തന്നെയാണ് വരുന്നത്, സെയിം തന്നെയാണ് വരുന്നുണ്ടാവും എല്ലായിടത്തും. ഓക്കെ, സോ ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത എക്സ്റ്റൻഷൻസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും.
സോ ഇതൊക്കെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുന്നതാണ് എൻ്റെ VS കോഡിൽ. ഓക്കെ, സോ പ്രൊറ്റീരിയറൊക്കെ നമുക്ക് ഓട്ടോ ഫോർമാറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പ്രൊറ്റീരിയർ കോഡ് ഫോർമാറ്റിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടത്. ഓക്കെ, പ്രൊറ്റീരിയർ വളരെ പോപ്പുലറാണ്. സേവ് ചെയ്യുമ്പോൾ കോഡ് നീറ്റ്ലി ഫോർമാറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്റ്റൻഷൻ പേജിൽ ഡിസ്ക്രിപ്ഷൻ, യൂസേജ്, സ്റ്റെപ്സ്, സെറ്റിങ്സ് എല്ലാം കാണാൻ പറ്റും. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റീഡ് ചെയ്ത് അത് ഫീച്ചർ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കാം. ഇപ്പം ഞാനിവിടെ പ്രൊറ്റീരിയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. സോ പേജിൽ ഡിസ്ക്രിപ്ഷൻ, യൂസേജ്, സ്റ്റെപ്സ്, സെറ്റിങ്സ് എല്ലാം അതിൽ കാണാൻ പറ്റും. ഓക്കെ, സോ ഇത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹിഡൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഈ ഫീച്ചേഴ്സൊക്കെ വെച്ച് ഗോ ത്രൂ ചെയ്ത് ഇതൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് വായിച്ച് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും ഈ എക്സ്റ്റൻഷൻ്റെ എന്താണെന്നുള്ളത്. ഓക്കെ, പിന്നെ ഒരു ചെറിയൊരു സജഷൻ പറയുക വെച്ചാൽ ചറ പറയാവുന്ന എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്യരുത്. സോ അത് ഐഡിയനെ സ്ലോ ആക്കും, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻസ് തമ്മിൽ എന്താ വെച്ചാൽ കോൺഫ്ലിക്റ്റ് വരും. സോ മിനിമൽ സെറ്റപ്പാണ് സ്മൂത്ത് പെർഫോമൻസിന് വളരെ നല്ലത്. അതുകൊണ്ട് എല്ലാ എക്സ്റ്റൻഷൻസും ചറ പറയാവുന്ന ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല, ആവശ്യമുള്ളത് മാത്രം ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്തത് നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് കോഡ് പ്രിഫറൻസ് ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഇവിടെ സെറ്റിങ്സ് സോ ഇവിടെ നമുക്ക് നമ്മുടെ വിൻഡോയുടെ ഡീറ്റെയിൽസ്, ടെക്സ്റ്റ് എഡിറ്ററിൻ്റെ ഇപ്പോൾ കിടക്കണം കണ്ടു കഴിഞ്ഞാൽ ഈ നമ്മുടെ VS കോഡിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇവിടെ ഇതിൽ കിടക്കുന്നുണ്ട്. സോ ഇതൊക്കെ വേണമെങ്കിൽ ഗോ ത്രൂ ചെയ്യാം സെറ്റിങ്സിൽ. പിന്നെ നിങ്ങളുടെ വർക്ക് സ്പേസ് കറണ്ട് പ്രൊജക്റ്റിലേക്ക് മാത്രം ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ വർക്ക് സ്പേസിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വായിച്ചു കൊടുക്കാം. സോ ഇതൊന്നും ഞാൻ അത്ര ഗോ ത്രൂ ചെയ്യുന്നില്ല ഇൻഡെപ്തായിട്ട്. സോ ഇതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. സോ ബേസിക്കലി നമുക്ക് അധികം ഗോ ത്രൂ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഗോ ത്രൂ ചെയ്യുന്നു മാത്രം ഇതൊക്കെ. സോ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, ലൈക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാവുന്നുള്ളൂ. സിമ്പിളാണ്. ഇപ്പോൾ ഇതിൻ്റെ വർക്ക് സ്പേസ് എങ്ങനെയാണ്, കളറ്, തീമൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ. പിന്നെ സെറ്റിങ്സ് എഡിറ്ററിൽ ഇവിടെ കളറും ഫുൾ സ്ക്രീനൊക്കെ വേണോ എന്നുള്ളതൊക്കെ ബേസിക്കലി അതൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. സോ അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ വായിച്ചിട്ട് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, സോ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ ഇത്രേ ഉള്ളൂ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണു. സോ ബേസിക്കലി മെയിൻ സാധനം നമ്മുടെ ഓട്ടോ കംപ്ലീഷനാണ് ഞാൻ ഗോ ത്രൂ ചെയ്തത്. അത് വളരെ യൂസ്ഫുള്ളാണ്, നമ്മുടെ പ്രോഗ്രാം എഴുതുമ്പോൾ വളരെ യൂസ്ഫുള്ളാണ് അതൊക്കെ. ഓക്കെ, സോ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോഡിംഗ് സ്പീഡ് കൂടും, എറേഴ്സും കുറയും, എസ്പെഷ്യലി ഓട്ടോ കംപ്ലീഷനൊക്കെ ഉണ്ടെങ്കിൽ. സോ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ വളരെ ബെറ്ററായി വരും. ഓക്കെ, സോ ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. ഒരു കോട്ടും കൂടിയും റീഡ് ചെയ്തിട്ട് ഞാനത് റാപ്പപ്പ് ചെയ്യാണ്. അതെൻ്റെ കോട്ടല്ല. സോ ആ കോട്ട് ഇങ്ങനെ പറയണേ, സ്മാർട്ട് കോഡേഴ്സ് യൂസ് ഷോർട്ട് കട്ട്സ് ബട്ട് ഗ്രേറ്റ് കോഡേഴ്സ് ട്രസ്റ്റ് ഇൻ ടു ഓട്ടോ കംപ്ലീഷൻ. സോ ഐ എം റാപ്പിംഗ് ഇറ്റ് ഓഫ്. താങ്ക്സ് ലോട്ട്. ബൈ.